അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ വീണ്ടും വിവാദമെന്നതാണ് വാർത്ത. അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ ഇംഗ്ലണ്ട് ടീം പിന്മാറണമെന്നാവശ്യപ്പെട്ട് എംപിമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയെന്നുള്ളതാണ്. വനിതാ കായിക താരങ്ങൾക്കെതിരായ താലിബാൻ സർക്കാർ നടപടികൾക്കെതിരെയാണ് അവിടെ പ്രതിഷേധമുള്ള. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, എപ്പോഴും നമ്മുടെ ക്രിക്കറ്റ് പോലെയല്ല, മറ്റ് സ്പോർട്സ് ഇനങ്ങളൊക്കെ വ്യക്തമായ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഫുട്ബോൾ അടക്കം നമ്മൾ പലയാവർത്തി കണ്ടിട്ടുണ്ട്. അനിൽ, ഈ സംഭവം എന്താണ്? ഇതിന്റെ പരിഹാരം എന്താണ്? ഹാഷ്മി, ചാമ്പ്യൻസ് ട്രോഫിയിലെ മറ്റൊരു വിവാദമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു വേദി സംബന്ധിച്ച ഒരു തർക്കത്തിന് ICC കഷ്ടിച്ചൊരു പരിഹാരം ഉണ്ടാക്കി തീർന്നതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് മറ്റൊരു വിവാദം വന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇംഗ്ലണ്ട് ടീമിനോട് അവരുടെ സർക്കാരിൽപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു 160 MP അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ താലിബാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ 2021 മുതൽ അവിടുത്തെ വനിതാ കായിക താരങ്ങളോട് വലിയ വിവേചനം കാണിക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ടീമുകളൊക്കെ തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ വനിതാ താരങ്ങളോട് കാണിക്കുന്ന വലിയ മോശം നയങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ച് അതിനെതിരെ ഒരു പ്രതിഷേധം എന്ന തരത്തിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനോട് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നും ജെറമി കോർബിൻ അടക്കമുള്ള MP ഇതിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ വിഷയം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ ഒരു വിശദീകരണം വന്നത്. അവർ പറയുന്നത് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതായത് എല്ലാ ടീമുകളും സഹകരിക്കുകയാണെങ്കിൽ, അവരും കൂടി ഈ ഒരു ബോയ്ക്കോട്ടിന് പിന്തുണ നൽകുകയാണെങ്കിൽ മാത്രം അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറാം, അല്ലെങ്കിൽ പിന്മാറ്റം ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഈ വിഷയം വലിയ രീതിയിൽ കത്തുമെന്ന് ഉറപ്പാണ്. വേദികളിലടക്കം ബാനറായിട്ടും ഇല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പ്രതിഷേധവുമായി ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ വേദികൾ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. അവിടെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഹാഷ്മി. ഓക്കെ അനിൽ വാസുദേവ്, അപ്പോൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുള്ള വേദിയൊക്കെ ആവുന്നുണ്ട്. ഒരർത്ഥത്തിൽ നല്ലതാട്ടോ, ഒരർത്ഥത്തിൽ നല്ലതെന്ന് നമ്മൾ പറയുള്ളൂ.